മനസ്സിലാക്കുന്നത് നിരവധി ബസ്സുകൾ സിറ്റിക്ക് പുറത്ത് ഓടുന്നുണ്ട്. കരാറും കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പരിശോധിക്കും. അതോടൊപ്പം തന്നെ എത്ര ബസ്സുകളാണ് സിറ്റിക്ക് ഉള്ളിൽ ഇപ്പോൾ ഓടുന്നത്, എത്ര എണ്ണമാണ് പുറത്ത് ഓടുന്നതെന്നൊക്കെ കണക്കുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറെക്കുറെ കണക്കുകളൊക്കെ സമാഹരിച്ച് ഇന്ന് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ പീക്ക് അവേഴ്സിൽ ഈ ബസ്സുകൾ പൂർണ്ണമായിട്ടും പട്ടണത്തിലും അതിനുശേഷമുള്ള സമയങ്ങൾ ആവശ്യമാണെങ്കിൽ തൊട്ട് അടുത്തൊക്കെ ഉള്ള നഗരങ്ങളിൽ ഓടാമെന്നാണ് കരാറിലുണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നാണ് അതിൽ നിയമ വിദഗ്ധരുമായിട്ട് ആ കരാർ വെച്ച് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിലൊരു മോണിറ്ററിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഈ കൃത്യമായ ഇടവേളകളിൽ സിറ്റിംഗ് നടത്തണം എന്നൊക്കെ ആ കരാറിലുണ്ട് എന്നാണ് ഇന്നലെ അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം, അതോടൊപ്പം തന്നെ അതിൽ ഒരു വിഹിതം കോർപ്പറേഷൻ ലഭിക്കണമെന്നും അതിലുണ്ടെന്നാണ് ഉള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സിറ്റി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പാളയമോ തമ്പാനൂരോ സ്റ്റാച്യുവോ ഈ പ്രധാനപ്പെട്ട ബസ് ഓടുന്ന സ്ഥലമൊന്നും മാത്രമല്ലല്ലോ. 100 വാർഡുകളിൽ ഒരുപാട് ഇടറോഡുകളുണ്ട്. ഈ ഇടറോഡുകളിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ ഒരു വലിയൊരു ശതമാനവും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സഹായിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ശമ്പളത്തിന് സ്ഥാപനങ്ങൾ പോകുമ്പോൾ 8,000 രൂപ, 10,000 രൂപ, 7,000 രൂപ, ഇതിനൊക്കെ ഈ ശമ്പളത്തിനൊക്കെ ഉൾനാടുകളിൽ നിന്നും ഉൾഗ്രാമങ്ങൾ, കോർപ്പറേഷൻ്റെ ഉൾഗ്രാമങ്ങളിൽ നിന്നും ജോലിക്ക് വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് 10 രൂപയ്ക്ക് ഈ ബസ്സിൽ പോകാൻ സാധിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബസ്സുകളൊക്കെ തന്നെ റോഡുകളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് ബസ്സുകൾ പരമാവധി പുറത്ത് പോകുമ്പോഴുള്ള പ്രശ്നം, റോഡുകളിലേക്ക് പോകാൻ വേണ്ടി വാഹനങ്ങൾ കിട്ടുന്നില്ല.